ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെ ഞെട്ടലോട് കൂടിയിട്ടുള്ള ഒരു എവിക്ഷനാണ് അല്പസമയം മുമ്പ് നടന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് മാത്രമല്ല കേട്ടോ, കുടുംബാംഗങ്ങൾക്കോ എന്തിന് ആ കണ്ടസ്റ്റന്റിന് പോലും വളരെ ഷോക്കോട് കൂടിയിട്ടാണ് ഈ ഒരു എവിക്ഷൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് എവിക്ഷൻ നടന്നു. ഇന്നത്തെ ആദ്യത്തെ എവിക്ഷനാണ്. ജിഷിനാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ജിഷിൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ജിഷിൻ്റെ എവിക്ഷൻ ലാലേട്ടൻ അറിയിച്ചത് കുറച്ച് പേരെ മാത്രം എഴുന്നേപ്പിച്ച് നിർത്തി. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സെറ്റായിട്ടാണ് എവിക്ഷൻ നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ സെറ്റിൽ അനീഷ്, ഷാനവാസ്, ആര്യൻ, ബിന്നി, ജിഷിനൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ലക്ഷ്മിനെയൊക്കെ ആദ്യം സേഫ് ആക്കി കേട്ടോ. ലക്ഷ്മിനെ, അനീഷിനെ, ഷാനവാസിനെ, ആര്യനെ ആദ്യം തന്നെ സേഫ് ആക്കി. അതിനുശേഷം ബിന്നിയെയും ജിഷിനെയും മാത്രം വെച്ചിട്ടാണ് ലാലേട്ടൻ എവിക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി ഇവർക്ക്. ബിന്നി ഉറപ്പിച്ചു ബിന്നി തന്നെയായിരിക്കും പോകുന്നത്. ബിന്നിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഉരുകി ഇല്ലാതായി നിൽക്കുകയാണ് ബിന്നി. പക്ഷെ കുറച്ചൊക്കെ ഒരു ഹോപ്പ് ജിഷിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ താനായിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ജിഷിനുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് സ്പൈക്കുട്ടൻ ആ ഒരു ക്യൂ കാർഡുമായിട്ട് വന്നിരിക്കുകയാണ്. അതിനകത്താണ് എവിക്ഷൻ റിസൾട്ട് ഉള്ളത്. ആരെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഓടി വന്നിട്ട് നിവിൻ അത് എടുത്തു. നിവിനോട് ചോദിച്ചു ഇതിൽ ആര് പോകണം എന്നാണ് നിവിൻ ആഗ്രഹം എന്ന്. നിവിൻ അങ്ങനെ ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതാരും പോകണ്ടെന്നാണ്. പക്ഷെ ഇത് എന്താ പറയുക എന്നുള്ളൊരു ടെൻഷനായി നിവിന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ വന്ന് എടുത്തേ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിവിൻ പോയിട്ട് ജിഷിന് കൊടുത്തു. ജിഷിൻ തുറന്നു നോക്കിയപ്പോൾ എന്താ അതിൽ എഴുതിയിരിക്കുന്നത് ജിഷിൻ എവിക്റ്റഡ് എന്നാണ്. ഒരുപക്ഷെ ചങ്ക് കത്തിപ്പോയി കാണും പാവത്തിൻ്റെ. എന്തായാലും ജിഷിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും ജിഷിൻ ഇപ്പോൾ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് തരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ജിഷിൻ ഒരുപാട് കരഞ്ഞിട്ടോ, ഒരുപാട് ഭയങ്കര ഞെട്ടലും ഭയങ്കര സങ്കടവും ഉണ്ട് ജിഷിൻ പോയതിൽ. മറ്റുള്ളവരൊക്കെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചെങ്കിലും അവർക്കൊന്നും അത്രയ്ക്ക് ഉള്ളിൽ തട്ടിലൊരു സങ്കടമുള്ളതായിട്ടൊന്നും നമ്മൾ ലൈവിൽ കണ്ടില്ല, അല്ലെങ്കിൽ എപ്പിസോഡിൽ കണ്ടില്ല. പക്ഷേ ജിഷിന് ഭയങ്കര സങ്കടമുണ്ട്. ജിഷിൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഒരു ചോക്ലേറ്റ് ആൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് എടുത്തിട്ട് എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. വൈൽഡ് കാർഡായി വന്നു. അധികാരം വെറുപ്പിച്ചില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ചൊറിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആളെല്ലാവർക്കും ഇഷ്ടം തോന്നുമായിരുന്നു. ഒരു പാവമാണ് ആളെന്നുള്ളത് ലൈവിൽ നമുക്ക് പലപ്പോഴും അത് കാണാമായിരുന്നു. ജിഷിൻ ഒരു പാവമായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എന്താ, ജിഷിൻ നല്ലൊരു കളിക്കുന്നൊരു കണ്ടസ്റ്റൻ്റ്, ഒരു പാവമായിട്ടുള്ളൊരു മനുഷ്യൻ. തുടക്കത്തിലൊക്കെ ഒരു ദേഷ്യം ഇതൊക്കെ കാണിച്ചു. പിന്നീട് ആളൊരു ഭയങ്കര സോഫ്റ്റായിട്ട് പോയി. പ്രേക്ഷകരുടെ മനസ്സിൽ പല ഇടം നേടാനായിട്ട് ജിഷിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ജിഷിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. സ്പൈക്കുട്ടനെ കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയിൽ ആദ്യത്തെ എവിക്ഷൻ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അടുത്ത എവിക്ഷൻ ഉണ്ടാകും. ആരായിരിക്കും പോവുക? നമുക്ക് അഭിലാഷാണെന്ന് നമുക്കറിയാം. അഭിലാഷിൻ്റെ എവിക്ഷൻ എങ്ങനെയാണ് പ്രക്രിയ കൊണ്ടുപോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.